നമസ്കാരം. സീരിയലിലും സിനിമയിലും തിളങ്ങുന്ന താരമാണ് ഷാലു മേനോൻ. അഭിനയത്തിനൊപ്പം തന്നെ നൃത്തവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് താരം. കേസിലും വിവാദങ്ങളിലും പെട്ട് കുറച്ചുകാലം അഭിനയത്തിൽ ഇടവേള വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ അഭിനയത്തിൽ സജീവമാണ് ഷാലു മേനോൻ. സോളാർ കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം 2016 ഷാലു മേനോൻ സജിയെ വിവാഹം ചെയ്തത്. അന്ന് വിവാഹ വാർത്ത ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 2022 ഡിസംബറിലാണ് ഇരുവരും പിരിയുകയാണെന്ന വാർത്ത പുറത്തുവന്നത്. ഷാലു മേനോൻ തന്നെയായിരുന്നു ഇക്കാര്യം ആദ്യം അറിയിച്ചത്. സോളാർ തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതിയായി ബിജു രാധാകൃഷ്ണനുമായി ചേർന്ന് പണം തട്ടിയെടുത്തുവെന്നാണ് അന്ന് ഷാലു മേനോനെതിരായി കേസ് വന്നത്. കേസിലെ രണ്ടാം പ്രതിയായിരുന്നു ഷാലു. കേസിൽ ഷാലു മേനോൻ അറസ്റ്റിലാവുകയും പിന്നീട് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. ചങ്ങനാശ്ശേരിയിൽ ഷാലു മേനോന്റെ വീട് നിർമ്മിച്ചു നൽകിയത് ബിജു രാധാകൃഷ്ണനാണെന്നും ആരോപണം ഉയർന്നിരുന്നു. 1998 ബ്രിട്ടീഷ് മാർക്കറ്റ് എന്ന സിനിമയിലൂടെയാണ് ഷാലു അഭിനയത്തിലേക്ക് എത്തിയത്. വിവാദങ്ങളിൽ കുടുങ്ങിയ ശേഷം ഏറെക്കാലം ഷാലു അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. പിന്നീട് അഭിനയത്തിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തി. ഇപ്പോൾ അഭിനയവും നൃത്തം പരിശീലിപ്പിക്കലും എല്ലാമായി ഷാലു സജീവമാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ പുതിയ അഭിമുഖത്തിൽ 49 ദിവസത്തെ ജയിൽവാസത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തനിക്കൊരു കഷ്ടകാലം വന്നപ്പോഴാണ് ആരൊക്കെ കൂടെ നിൽക്കുമെന്ന് മനസ്സിലായതെന്നും എല്ലാവരെയും വിശ്വസിക്കുന്ന തന്റെ സ്വഭാവം മാറിയെന്നും ഷാലു മേനോൻ പറയുന്നു. അപ്പൂപ്പനായിട്ടാണ് എന്നെ നൃത്തം പഠിപ്പിച്ചു തുടങ്ങിയത്. ഞാൻ ആദ്യമായി ചെയ്ത സീരിയലിൽ ലഭിച്ച വേഷം യക്ഷിയുടേതാണ്. പിന്നീടാണ് ദേവി കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയത്. ഞാൻ അമിതമായി എല്ലാവരെയും വിശ്വസിച്ചിരുന്നയാളാണ്. അതിന്റെ ഭാഗമായി ചില സംഭവങ്ങൾ ലൈഫിലുണ്ടായി. അതോടെ പല പാഠങ്ങൾ പഠിച്ചു. എനിക്ക് ഈശ്വരന്റെ അനുഗ്രഹമുള്ളതായി തോന്നിയിട്ടുണ്ട്. വിഷമഘട്ടത്തിൽ ഒപ്പം നിന്നത് അമ്മയും അപ്പൂമ്മയും എന്റെ സ്റ്റുഡൻസും അവരുടെ പാരന്റ്സുമാണ്. സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത്. ജയിലിൽ കിടന്നുവെന്നതിന്റെ പേരിൽ പലരും എന്നെ സീരിയലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തയാളാണ്. അതിന്റെ പേരിൽ ഞാൻ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. പലതരത്തിലുള്ള ആളുകളെ ജയിലിൽ വെച്ച് കണ്ടു. 49 ദിവസം ജയിലിൽ കിടന്നു. പലരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കി. നടിയെന്ന രീതിയിലുള്ള പരിഗണനയൊന്നും ലഭിച്ചിരുന്നില്ല. എല്ലാവരെയും പോലെ തറയിൽ പാവിരിച്ചാണ് ഉറങ്ങിയിരുന്നത്. എന്റെ കൂടെ ഒരാളെ താമസിച്ചിരുന്നുള്ളൂ. ഒരു പ്രായമായ അമ്മയായിരുന്നു. 4 വർഷമായി അവർ ജയിലിൽ കിടക്കുകയാണ്. മകന് അമ്മയെ വേണ്ട. അതുകൊണ്ടാണ് അവർ ജയിലിൽ തന്നെ തുടരുന്നത്. അധികം ആരെയും വിശ്വസിക്കരുതെന്ന പാഠം ഞാൻ പഠിച്ചു. അറസ്റ്റ് ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അന്ന് ന്യൂസ് കവർ ചെയ്യാൻ വന്ന മീഡിയയ്ക്ക് ഞാൻ ചായ വരെ കൊടുത്തിരുന്നു. അറസ്റ്റ് ചെയ്യുമോ എന്ന് പേടിച്ച് കുടുംബക്കാർ വരെ മാറി നിന്നു. എന്റെ ജീവിതം വേണമെങ്കിൽ ഒരു ബുക്ക് ആക്കി മാറ്റാം എന്നാണ് ഷാലു പറയുന്നത്. അടുത്തിടെ ഷാലുവിനെതിരെ ആരോപണങ്ങളുമായി മുൻ ഭർത്താവും രംഗത്തെത്തിയിരുന്നു. 2016 ഷാലു നടനായി സജി നായരെ വിവാഹം കഴിച്ചത്. അന്ന് ഏറെ വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു ഇരുവരുടെയും വിവാഹ വാർത്ത. എന്നാൽ 2022 ഡിസംബറിൽ ഇരുവരും പിരിയാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തുവന്നത്. ഷാലു മേനോൻ തന്നെയാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. എന്നെ മുഴുവനായും ഷാലു മേനോൻ നശിപ്പിച്ചു എന്നാണ് സജി നായർ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത്. തിരിച്ചു പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ വ്യത്യാസവും ഇല്ലാതെയാവും. ഇപ്പോൾ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ചധികം പറയാനുണ്ട്. അതിനുള്ള സമയം എത്തിയാൽ ഞാൻ പറയും. ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുന്നതല്ലല്ലോ നമ്മുടെയൊക്കെ ജീവിതം എന്നാണ് സജി ഷാലുവുമായുള്ള വിവാഹത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്.